മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. അപ്പോ ഇന്ന് നമ്മള് 9ാം ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിലെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 1 നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പൊ ടീച്ചർ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ചാപ്റ്റർ ശരിക്കും 2 ചാപ്റ്റർ ആയിരുന്നു. ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററും പിന്നെ ബാക്കി പോർഷൻസ് വരുന്ന അടുത്ത ചാപ്റ്റർ ആയിട്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഇത് കമ്പൈൻ ചെയ്ത് വലിയൊരു ചാപ്റ്റർ ആയിട്ട് വന്നേക്കാണ്. അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഡൈജഷന്റെ കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഹാർട്ടിൽ ബ്ലഡ് എങ്ങനെയാ പമ്പ് ചെയ്യണേ അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എല്ലാവരും ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും ഇത്. കുറച്ച് നമുക്ക് പരിചയമുള്ള 3 ബ്ലഡ് വെസൽസിനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. ABC in the illustration are 3 types of blood vessels. ABC എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തേക്കണത് 3 types of blood vessels ആണ്. ABC എന്നും പറഞ്ഞിട്ട് 3 ബ്ലഡ് വെസൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർ ദ ബ്ലഡ് വെസൽസ് ഇൻഡിക്കേറ്റഡ് ആസ് A, B and C? ഏതാ റെഡ് കളറില് ഹാർട്ടിൽ നിന്നും ബ്ലഡ് കൊണ്ടുവരുന്ന ആള്. അപ്പൊ നോക്കാം നമുക്ക്. എന്ന് മാർക്ക് ചെയ്തേക്കണ ആൾ ആരാന്ന് നോക്ക. ഫ്രം ഹാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്ക, ഫ്രം ഹാർട്ട് ആണ്. ബ്ലഡിനെ ഹാർട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് ഇവിടെ നമ്മൾ എഴുതണ്ടേ. റെഡ് കളറിൽ കാണുന്ന ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേരെന്താ? ആർട്ടറി. നമുക്ക് പേരറിയാം. റെഡ് കളറിൽ കാണുന്ന ആള് ആർട്ടറി ആയിരിക്കും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ ഫംഗ്ഷൻ എന്താ? തിക്ക് വാളായിരിക്കും, എലാസ്റ്റിക് വാളായിരിക്കും. അതേപോലെ അതിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന പോകുന്നത് ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലും ഒക്കെ ആയിരിക്കും എന്നറിയാം. അതേപോലെ തന്നെ ഫ്രം ഹാർട്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് ആർട്ടറി. ഇനി രണ്ടാമത്തെ നോക്കാം. ഒരു നെറ്റ്വർക്ക് പോലെ കുറെ ഇങ്ങനെ വല നെയ്ത് വെച്ചേക്കുന്നത് പോലെ കാണുന്ന ബ്ലഡ് വെസൽസിന്റെ പേരാണ് ബി നമ്മളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അത് കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് നമുക്കറിയാം അല്ലെ. തിന്നായിട്ടുള്ള വാളായിരിക്കും. അതേപോലെ ചെറിയ ചെറിയ പോഴ്സ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതിൽ കൂടി കുറച്ച് ഫ്ലൂയിഡ് ഇറങ്ങി വരും. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. അപ്പോ അങ്ങനെ നെറ്റ്വർക്ക് ആയിട്ട് കാണുന്നതിനെയാണ് ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്തേക്കണേ. അതിന്റെ പേരാണ് കാപ്പിലറീസ്. എന്താണ് പേര്? കാപ്പിലറീസ്. ഇനി നെക്സ്റ്റ് നോക്കാം. ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് അതിലിവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടു ഹാർട്ട്. ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് നമ്മൾ എഴുതണ്ടേ. ബ്ലൂ കളറിലാണ്. തിൻ വാളാണ്. വാൽവുകൾ ഉണ്ടാവും. ഇത്രയും പറയുമ്പോ തന്നെ കിട്ടിയിട്ടുണ്ടാവും. വാൽവുകൾ ഉള്ളത് വെയിൻസിന് മാത്രമാണ്. അപ്പോ സി വരുന്നത് വെയിൻസ് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് among these are without valves? വാൽവ് ഉള്ളത് ആർക്കാന്നാ പറഞ്ഞേ? വെയിനിന് മാത്രമേ വാൽവ് ഉള്ളൂ. അപ്പോ വാൽവ് ഇല്ലാത്തത് ആർക്കാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്ത് വരും? ആർട്ടറി ആൻഡ് കാപ്പിലറീസ്. ആർട്ടറിക്കും കാപ്പിലറീസിനും വാൽവുകൾ ഇല്ല. വാൽവുകൾ എന്തിനാ? ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനായിട്ട് ചില ബ്ലഡ് വെസൽസിൽ വാൽവുകൾ കാണാറുണ്ട്. അപ്പൊ ആർട്ടറിക്കും കാപ്പിലറിക്കും വാൽവുകൾ ഇല്ല. ആർക്ക് മാത്രമേ വാൽവ് ഉള്ളൂ? വെയിൻസിന് മാത്രമേ വാൽവ് ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ബി ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ടു ദി സെൽസ്? സെല്ലിന്റെ ഉള്ളിലേക്ക് മെറ്റീരിയൽസിനെ കൊടുക്കാനായിട്ടുള്ള കാപ്പിലറീസിന്റെ പങ്ക് എന്താണ്? ബിന്റെ പങ്ക് എന്താണ്? റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. ആൻസർ നോക്കാം. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ കാപ്പിലറി, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് oozes out through pores into the intercellular spaces. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് കൂടി ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോകുമ്പോ കുറച്ച് ബ്ലഡ് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകും. എന്നിട്ട് സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസിൽ, അതിനാണ് ഇതെന്ന് പറയാ ഇന്റർസെല്ലുലാർ സ്പേസിൽ വന്നിരിക്കും. ഫോമിങ് ടിഷ്യൂ ഫ്ലൂയിഡ്. എന്നിട്ട് ആ ഫ്ലൂയിഡിനെ ഒരു പേരും വിളിച്ചിരുന്നു, ടിഷ്യൂ ഫ്ലൂയിഡ്. ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് occur between tissue fluid and cells. ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കൈമാറ്റം ചെയ്യുന്നത്, സെൽസിന്റെ അകത്തേക്ക് ന്യൂട്രിയൻസിനെ കൊടുക്കുന്നത് ഈ പറഞ്ഞ
ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ എഴുതേണ്ടത് എന്താ? കാപ്പിലറീസിൽ കൂടി ബ്ലഡ് പോകുമ്പോ അതിന്റെ ഫ്ലൂയിഡ് പാർട്ട് ഊസസ് ത്രൂ പോഴ്സ്. ഊസസ് എന്ന് പറഞ്ഞാൽ ആഴ്ന്നിറങ്ങും. ഈ ഓട്ടകളിൽ കൂടെ ചെറിയ ചെറിയ പോഴ്സിൽ കൂടെ ഇങ്ങനെ ഫ്ലൂയിഡ് പാർട്ട് ഇറങ്ങി ഇന്റർ സെല്ലുലാർ സ്പേസസിലേക്ക് എത്തും. എന്നിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യും. ആ ടിഷ്യൂ ഫ്ലൂയിഡ് എന്താ ചെയ്യാ? ന്യൂട്രിയൻസിനെ സെൽസിന്റെ അകത്തേക്ക് കൊണ്ടു കൊടുക്കും. അപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡ് വെസൽസിന്റെ പേര് നോക്കുക. അതേപോലെ വാൽവ് ഉള്ളത് ആർക്കാണെന്നൊക്കെ ഓർത്ത് വെക്കുക. ടിഷ്യൂ ഫ്ലൂയിഡിന്റെ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അത് നമ്മളോട് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറയാണ്. നെയിം ദ ABCD ലേബൽ ഇൻ ദിസ് ഫിഗർ. എയും ബിയും സിയും ഡിയും ഒക്കെ എന്താന്ന് എഴുതാൻ സിമ്പിൾ ആണല്ലേ. എ മാർക്ക് ചെയ്തേക്കണത് എന്താ? ദേ നോക്കിയേ, എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് നമുക്കറിയാം ലിവർ ആണ്. അപ്പൊ എ എന്താ? എ ലിവർ. ഇനി ബി നോക്ക. ലിവറിന്റെ തൊട്ട് താഴെയിട്ട് കാണപ്പെടുന്ന ഒരു പാർട്ടാണ്. അതിന്റെ പേരെന്തായിരുന്നു? ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡർ എന്നാണ് ലിവറിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ആ പാർട്ടിന്റെ പേര്. ഇനി നെക്സ്റ്റ് നോക്ക. സി പാർട്ട്. ഇവിടെ മാർക്ക് ചെയ്തേക്കണണ്ടാ? ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാ? അതിന്റെ പേരെന്താ? പാൻക്രിയാസ്. അപ്പൊ സി പാർട്ട് മാർക്ക് ചെയ്തേക്കുന്നത് പാൻക്രിയാസ്. നെക്സ്റ്റ് നോക്ക. ഡി നോക്ക. നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ ഒരു യു ട്യൂബ് പോലെ അല്ലെങ്കിൽ സി ഷേപ്പിലുള്ള ട്യൂബ് പോലെ കാണുന്ന ഭാഗത്തിനെ ഡിയോഡിൻ എന്ന് പറയും. അപ്പൊ പാർട്സ് മാർക്ക് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഡയറക്റ്റ് ആയിട്ട് എന്താണ് ലിവർ എന്നോ അല്ലെങ്കിൽ എന്താണ് ഗോൾ ബ്ലാഡർ എന്നോ അല്ല വരാ. നമുക്ക് ഫിഗർ തന്നിട്ട് മാർക്ക് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ അത് കണ്ടാ തിരിച്ചറിയണ്ടേ? അപ്പൊ നോക്കി വെച്ചോ. ലിവറും ഗോൾ ബ്ലാഡറും പാൻക്രിയാസും ഡിയോഡിനും ഒക്കെ നോക്കി വെക്കുക. സ്പെല്ലിംഗ് എഴുതാനും പഠിക്കണം. സ്പെല്ലിംഗ് തെറ്റിപ്പോകരുത് കേട്ടാ. സ്പെല്ലിംഗ് ശ്രദ്ധിച്ച് പഠിക്കുക. നെക്സ്റ്റ് നോക്ക. നെയിം ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ്സ് ബൈൽ. ബൈൽ എന്ന് പറഞ്ഞ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിന്റെ പേരെന്താന്നാ ചോദിച്ചേ? അത് ലിവർ ആണ്. ലിവർ ആണ് ബൈല് പ്രൊഡ്യൂസ് ചെയ്യുക. ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നിട്ട് അത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് ഡിയോഡിനത്തിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നത് ലിവർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്ക. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാർട്ട് ഡി? പാർട്ട് ഡി ഏതാ? പാർട്ട് ഡി ഡിയോഡിനം. കണ്ടില്ലേ? ഡിയോഡിനത്തിന്റെ പ്രത്യേകത, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്. ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്ക. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പേസസ് ഇൻടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ലിപ്പേസിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് ഡിയോഡിനത്തിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ ആൻസർ ഒന്നും കൂടി നോക്കിയേ. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പേസസ് ഇൻടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ലിപ്പേസസിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? ഡിയോഡിനത്തില്. സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഇനീഷ്യൽ പോർഷൻ ആയിട്ടുള്ള ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ് ഫാറ്റി ആസിഡിനെ ഗ്ലിസറോളിനെ സെപ്പറേറ്റ് ചെയ്ത്, അതായത് ലിപ്പേസസിനെ കംപ്ലീറ്റ് ഡൈജഷൻ നടത്തി ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത്. ഇനി നെക്സ്റ്റ് നോക്ക. ദ ഡൈജസ്റ്റീവ് ജ്യൂസ് കണ്ടെയ്ൻസ് നോ എൻസൈം സെക്രീറ്റഡ് ഫ്രം എ ആൻഡ് സ്റ്റോർ ഇൻ ബി. ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്. അതിൽ എൻസൈംസ് ഒന്നും ഉണ്ടാവൂല. ആര് സെക്രീറ്റ് ചെയ്യണത്? എ സെക്രീറ്റ് ചെയ്യണത്. എ ആരാ? ലിവർ. എന്നിട്ട് ആര് സ്റ്റോർ ചെയ്യണത്? സ്റ്റോർഡ് ഇൻ ബി. ബി ആരാ? ഗോൾ ബ്ലാഡർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞതിന്റെ ആൻസർ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഡി ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ ശ്രദ്ധിക്കണം. ഇതേപോലൊക്കെ ആൻസർ കിട്ടാം. അപ്പൊ നോക്ക. എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എ എന്ന് പറഞ്ഞാൽ ലിവർ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യണ ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്. അതിൽ എൻസൈംസ് ഇല്ല. അതേപോലെ സ്റ്റോർ ചെയ്യുന്നത് ബി പാർട്ടിലാണ്, ഗോൾ ബ്ലാഡറിലാണ്. അപ്പൊ ആ ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കണേ. ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ പേരെന്താ? ബൈലാണ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ബൈലാണ് നമ്മളുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക. നെയിം ദ മെംബ്രെയിനസ് കവറിംഗ് ഓഫ് ഹാർട്ട്. ഹാർട്ടിനെ പൊതിഞ്ഞു സൂക്ഷിച്ചേക്കണ ഒരു മെംബ്രെയിനസ് കവറിംഗ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? പെരികാർഡിയം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിക്ക. മെംബ്രെയിനസ് കവറിംഗ് ഓഫ് ഹാർട്ട് എന്ന് വെച്ചാല് പെരികാർഡിയം. മാറിപ്പോവരുത്.
പെരികാർഡിയം. ഹാർട്ടിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് പെരികാർഡിയം. ഇനി നോക്കാം, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ സ്റ്റേജസ് ഓഫ് എ കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിളിന്റെ സ്റ്റേജസിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് നോട്ട് തയ്യാറാക്കാൻ, ഒരു കുഞ്ഞു നോട്ട്, ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മള് ആദ്യം തന്നെ കാർഡിയാക് സൈക്കിൾ എന്താന്ന് പറയണ്ടേ, കാർഡിയാക് സൈക്കിളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ. അപ്പോ ഒരു കാർഡിയാക് സൈക്കിളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. കാർഡിയാക് സൈക്കിൾ എന്താ, നമ്മുടെ ഹാർട്ട് ബീറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കാർഡിയാക് സൈക്കിൾ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എ കാർഡിയാക് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ്, എന്തൊക്കെ ഉണ്ടെന്നാണ് പറയാൻ പോണേ. ആദ്യത്തേതാണ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾസ് എന്താ, പറയ്. കോൺട്രാക്ഷൻ ഓഫ് ആർട്ടറീസ് അല്ലാട്ടാ, കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾസ്. കോൺട്രാക്ഷൻ ഓഫ് ഓറിക്കിൾസ് അഥവാ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയം. കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയത്തിന് അല്ലെങ്കിൽ ഓറിക്കിൾസിനെയാണ് എന്തെന്ന് പറയാ, ഏട്രിയൽ സിസ്റ്റോൾ. നെക്സ്റ്റ് നോക്കാ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്തായിരിക്കും അപ്പ, വെൻട്രിക്കിൾസ്. അപ്പോ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ആണ്. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് ചുരുങ്ങുക. നമുക്ക് ഹാർട്ട് ബീറ്റിന്റെ ടൈമിൽ നമുക്ക് തോന്നൂലേ ഒന്ന് ചുരുങ്ങണതും ഒന്ന് റിലാക്സ് ചെയ്യണതും, വീണ്ടും ചുരുങ്ങും വീണ്ടും റിലാക്സ് ചെയ്യാൻ തോന്നൂലേ, അതിനെയാണ് സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആലോചിക്കുക, സിസ്റ്റോൾ എന്ന് കണ്ടാൽ കോൺട്രാക്ഷൻ, സിസ്റ്റോൾ എന്ന് കണ്ടാൽ കോൺട്രാക്ഷൻ. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുമ്പോ ഏട്രിയത്തിന്റെ കോൺട്രാക്ഷൻ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുമ്പോ വെൻട്രിക്കിൾസിന്റെ കോൺട്രാക്ഷൻ. ഇത്രയും ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി ഈ കോൺട്രാക്ട് ചെയ്ത സാധനം മര്യാദക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരണ്ടേ, കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യണ്ടേ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് തിരിച്ചു വരണ്ടേ, അതിനെ പറയുന്നതാണ് ജോയിന്റ് ഡയസ്റ്റോൾ. ആഫ്റ്റർ കോൺട്രാക്ഷൻ ഓഫ് ഓറിക്കിൾസ് ആൻഡ് വെൻട്രിക്കിൾസ് the four chambers of heart returns to normal position. നമ്മളുടെ ഹാർട്ടിന്റെ ഓറിക്കിൾസും വെൻട്രിക്കിൾസും ഒക്കെ കോൺട്രാക്ഷന് ശേഷം റിലാക്സേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി എക്സ്ട്രാ ഒരു ഇൻഫോർമേഷൻ കൂടി പറയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഹാർട്ട് ഒരു മിനിറ്റില് 72 പ്രാവശ്യമെങ്കിലും ഇടിക്കും. ഒരാളുടെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റില് 72 പ്രാവശ്യമെങ്കിലും ഇടിക്കാം. ഇനി ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന ടൈം എത്രയാണെന്നറിയോ? ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്നത് വെറും 0.8 സെക്കൻഡ്സ് മാത്രമാണ്. ഒറ്റ ഹാർട്ട് ബീറ്റിന്, ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്, ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ട്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഉണ്ട്, ജോയിന്റ് ഡയസ്റ്റോൾ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്തു വരാനായിട്ട് എടുക്കുന്ന ടൈമാണ് 0.8 സെക്കൻഡ്. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോ ഈ ഫിഗർ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഫിഗർ ആലോചിക്കുക. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ടാവും, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഉണ്ടാവും, ജോയിന്റ് ഡയസ്റ്റോൾ ഉണ്ടാവും. വീണ്ടും റിപ്പീറ്റ്, ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് ഫീൽ ചെയ്യാറില്ലേ നെഞ്ചിന്റെ ഇടത് ഭാഗത്തായിട്ട് കൈവയ്ക്കുമ്പോ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യാറില്ലേ എല്ലാവർക്കും? അപ്പൊ ഹാർട്ട് ഇരിക്കുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ എന്ത് പറയണം, തൊറാസിക് കാവിറ്റിയുടെ ഇടത് ഭാഗത്തായിട്ട് ഇടത്തോട്ട് കുറച്ച് ചെരിഞ്ഞിട്ടാണ്, ലെഫ്റ്റിലേക്ക് കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഹാർട്ട് ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് ഇൻഫോർമേഷൻസ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടിയില്ലേ. നെക്സ്റ്റ് നോക്കാ, യു ഹാവ് സീൻ മെനി വേവ്സ് ഇൻ എ മോണിറ്റർ അറ്റ് ഹോസ്പിറ്റൽസ് എസ്പെഷ്യലി ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. വാട്ട് ഡസ് ഇറ്റ് മീൻസ്, എക്സ്പ്ലെയിൻ. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ ഒരു മോണിറ്ററിൽ കുറെ വേവ്സ് ഇങ്ങനെ പോണത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ പോണ കണ്ടിട്ടില്ലേ? ആ വേവ്സ് എന്തെന്നാണ് ചോദിക്കണേ. ആ മോണിറ്ററിൽ കാണിക്കുന്ന ആ വേവ്സ് എന്തെന്നാണ്. ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താ, ICU. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുള്ള ICU ആണ്. അവിടെ നമ്മൾ കാണാറുള്ളതാണ് ഇങ്ങനെ മോണിറ്റേഴ്സിൽ ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻസിന്റെ അപ്പുറത്ത് ഒരു മോണിറ്റർ ഉണ്ടാവും. എന്നിട്ട് അവിടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും, കുറെ വേവ്സ് പോയിട്ടുണ്ടാവും അല്ലെ. അതെന്താന്നാണ് നോക്കാൻ പോണേ. ഇതിന്റെ ഷോർട്ട് ഫോം എല്ലാരും കേട്ടിട്ടുണ്ടാവും, ECG. ECG എടുക്കാനൊക്കെ പറയൂലേ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോ. സെയിം സാധനം തന്നെയാണ്. ഇനി അതെന്താന്ന് നോക്കാം. ECGയുടെ ഫുൾ ഫോം പഠിക്കണം, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പൊ ECG എന്താ, ECGയുടെ ഫുൾ ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇനി അതെന്താന്ന് നോക്കാം. ECG is a graphical representation of the electrical waves felt in the walls of
heart when heart beats. ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോ, ഹൃദയം ഇടിക്കുമ്പോ, അതായത് നേരത്തെ പറഞ്ഞ കാർഡിയാക് സൈക്കിൾ നടക്കുമ്പോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വേവ്സിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയണതാണ് ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. The functional defects of heart can be identified by checking ECG. അപ്പൊ ECG എടുത്താൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഹാർട്ടിന് വല്ല ഡിഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ECG എടുത്തു കഴിഞ്ഞാൽ പറ്റും. അപ്പൊ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറെ താഴ്ചയും പൊന്തലുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയെന്ന് വിചാരിക്കാം. അപ്പൊ അതെന്താ മനസ്സിലാക്കണ്ടേ നമ്മ? ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സാധനം ഇങ്ങനെയായി. അപ്പൊ എന്ത് വിചാരിക്കണം? ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആള് മരിച്ചുപോയി. ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത അവസ്ഥ എന്താ? ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ ജീവൻ ഉണ്ടാവൂല. അപ്പോ ആ ബോഡി ഡെഡ് ബോഡി ആയിട്ടുണ്ടാവും. ആ ജീവനുള്ള മനുഷ്യന് ഡെഡ് ബോഡി ആയിട്ടുണ്ടാവും, ആളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക. There are two types of BP. Differentiate. BP എല്ലാരും കേട്ടിട്ടുണ്ട്, നമ്മൾ ഡെയിലി കേൾക്കണതാണ്. വീട്ടില് അച്ഛന് BP ഉണ്ട്, അമ്മക്ക് BP ഉണ്ട്, എല്ലാരും കേൾക്കണതല്ലേ. BP എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് പ്രഷർ. നമ്മുടെ ഹാർട്ടിന്റെ പണി എന്താ? ബ്ലഡിനെ പമ്പ് ചെയ്ത് വിടാം. അപ്പൊ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും, അതിനെ പറയണതാണ് BP. ഇനി അതെന്താണ്, എത്ര ടൈപ്പ് ഉണ്ടെന്നൊക്കെ നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 2 types of BP എന്ന്. 2 ടൈപ്പ് BP ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഇപ്പൊ നോക്കാം, ഫസ്റ്റ് വൺ ആണ് സിസ്റ്റോൾ. സിസ്റ്റോൾ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, കോൺട്രാക്ഷൻ ആയിരിക്കൂലേ. അപ്പൊ നോക്കാം, about 70 ml of blood is pumped into the arteries when heart contracts. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോ ഹാർട്ട് ആർട്ടറികളിലേക്ക് 70 ml ബ്ലഡ് വെച്ചിട്ട് പമ്പ് ചെയ്ത് വിടും. അതിനെയാണ് ഇവിടെ സിസ്റ്റോളിൽ പറയണത്. എങ്ങോട്ടാണ് വിടണത്? ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിനെ എങ്ങോട്ടേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് വിടണേന്നാണ് പറയുന്നത്. ഇനി അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കൊടുത്തേക്കാണ് 120 mmHg. 120 mmHg പ്രഷർ ആയിരിക്കും സിസ്റ്റോളിൽ എക്സ്പീരിയൻസ് ചെയ്യുക, കോൺട്രാക്ഷന്റെ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. എന്താണ് വിളിക്കുക? സിസ്റ്റോളിക് പ്രഷർ. അപ്പോ സിസ്റ്റോളിൽ ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡയസ്റ്റോളിനും വേണ്ടേ പ്രഷർ? ഡയസ്റ്റോൾ എന്താ? കോൺട്രാക്ട് ചെയ്ത സാധനം റീഗെയിൻ ചെയ്യുക, പഴയ സ്റ്റേറ്റിലേക്ക് റിലാക്സ് ചെയ്ത് വരുന്നതിനെയാണ് ഡയസ്റ്റോൾ എന്ന് പറയാ. അവിടെ എന്താ നടക്കണേ നോക്ക. about 70 ml of blood enters into the heart when it relaxes. ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്ത സാധനം അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ 70 ml ബ്ലഡ് വെച്ചിട്ട് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന പ്രഷറോ 80 mmHg പ്രഷർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. കിട്ടിയാ? അങ്ങനെ ഉണ്ടാവുന്ന ആ പ്രഷറിനെ എന്ത് വിളിക്കാം? ഡയസ്റ്റോളിക് പ്രഷർ എന്ന് വിളിക്കാം. കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ 2 പ്രഷറുകളെ കുറിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. അവിടെ സിസ്റ്റോളിക് പ്രഷറിൽ എക്സ്പീരിയൻസ് ചെയ്യണത് 120 mmHg-യും അതേപോലെ ഡയസ്റ്റോളിക് പ്രഷറിൽ 80 mmHg-യും ആണ് എക്സ്പീരിയൻസ് ചെയ്യണത്. നെക്സ്റ്റ് നോക്കുക, സ്പെസിഫൈ ദി റീസൺ. നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിന്റെ റീസൺസ്, കാരണങ്ങൾ നമ്മൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാട്ടോ. Deoxygenated blood from heart goes to lungs. Deoxygenated blood എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത ബ്ലഡ്. ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത ബ്ലഡ് ഹാർട്ടിൽ നിന്നും എവിടേക്ക് പോകുന്നു എന്നാ പറയണേ? ലങ്സിലേക്ക് പോകുന്നു. അതിന് കാരണം എന്താ? ടു കൺവേർട്ട് deoxygenated blood to oxygenated blood. Deoxygenated blood ആയിട്ടുള്ള ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഹാർട്ടിൽ നിന്നും ലങ്സിലേക്ക് ബ്ലഡ് പോണേ. ഓക്കെ, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനെ ഓക്സിജൻ ഉള്ളതാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ലങ്സിൽ പോണേ. സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നോക്കുക, അവർ ബ്ലഡ് സർക്കുലേഷൻ ഈസ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ. നമ്മളുടെ ഉള്ളിൽ, മനുഷ്യന്മാരുടെ ഉള്ളിൽ നടക്കുന്ന ബ്ലഡ് സർക്കുലേഷനെ ഡബിൾ സർക്കുലേഷൻ എന്നാണ് വിളിക്കണേ. അതിന് കാരണമാണ് ചോദിച്ചേക്കണേ കേട്ടോ. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. അതിൽ 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുക. പൾമണറി സർക്കുലേഷനും അതേപോലെ
സിസ്റ്റമിക് സർക്കുലേഷനും ആണുള്ളത്. അപ്പൊ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും നമ്മളുടെ ബോഡിയിൽ നടക്കുന്നത് കൊണ്ടാണ് അവിടെ ഡബിൾ സർക്കുലേഷൻ മനുഷ്യന്മാരുടെ ബ്ലഡ് സർക്കുലേഷനെ വിളിക്കണേ. നെക്സ്റ്റ് നോക്കുക, ഫ്രം ദ സോയിൽ വാട്ടർ റീച്ചസ് ദ ലീവ്സ് ദാറ്റ് ആർ സീൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ. മണ്ണിൽ നിന്നും വെള്ളം വലിച്ചെടുത്തിട്ട് ഇലകളിലൂടെ മരത്തിന്റെ മുകളിലുള്ള ഇലകളിലേക്ക് എത്തുന്നു. അതെങ്ങനെയാണ്? വാട്ടർ റീച്ചസ് ദ ലീവ്സ് അറ്റ് ടോപ്പ് ഓഫ് ട്രീസ് ത്രൂ സൈലം ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ പുൾ. ട്രാൻസ്പിരേഷൻ പുൾ ഉള്ളത് കൊണ്ട് സൈലം വെസൽസ് വഴി വെള്ളം എങ്ങോട്ടേക്ക് എത്തും? ഈ മരങ്ങളുടെ മുകളിലുള്ള ഇലകളിലേക്ക് എത്തും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് റീസൺ എഴുതാൻ പറയും. ഇതൊരു 3 മാർക്കിനൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ തരും, എന്നിട്ട് നിങ്ങൾക്ക് റീസൺ കണ്ടുപിടിക്കാൻ പറയും. ഒറ്റ സെന്റൻസ് ഈ പണിയും കഴിയും. ഓരോ മാർക്ക് വെച്ച് 3 മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കുക, സൈലം റിലേറ്റഡ് ആണ്, സൈലം ഫ്ലോയം റിലേറ്റഡ് ആണ്. കുറച്ച് സംഭവങ്ങൾ മോളിൽ തന്നിട്ടുണ്ട്, നമ്മ ക്ലാസിഫൈ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നോക്കാം, നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞാൽ പോരെ. അവിടെ കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്ത് സൈലം ട്രാൻസ്പോർട്ടും ഫ്ലോയം ട്രാൻസ്പോർട്ടും ആക്കി മാറ്റാനാണ് പറഞ്ഞേക്കണേ. അതിന് മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈലം ഫ്ലോയം എന്താന്നൊക്കെ നോക്കിയിട്ട് പോവാ. നോക്കിയേ, വെള്ളത്തിനെ കണ്ടക്ട് ചെയ്ത് വിടാനായിട്ട് യൂസ് ചെയ്യുന്ന വാസ്കുലാർ ടിഷ്യൂസിനെയാണ് സൈലം ടിഷ്യൂസ് എന്ന് പറയാതെ. കണ്ട, വെള്ളത്തിന്റെ കണ്ടക്ഷൻ ആണ് ഇവിടെ കാണിക്കണേ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫുഡിന്റെ കണ്ടക്ഷൻ ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്ലോയം വെസൽസ്. അപ്പോ ഇനി നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാ. ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞേക്കാണ്. സ്യൂട്ടബിൾ ടൈറ്റിലും കൊടുക്കണം. കുറെ സാധനങ്ങളാ നമുക്ക് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ? ക്ലാസിഫൈ ദ എബവ് ഇൻഫർമേഷൻ ഓൺ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ഇൻ പ്ലാന്റ്സ് ഇൻടു 2 ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ? സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുകയും വേണം. അപ്പോ ഇത്രയും സാധനങ്ങൾ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി എന്തൊക്കെയോ സൈലത്തിനെയും ഫ്ലോയത്തിനെയും റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പ്ലാന്റ്സിന്റെ ഉള്ളിൽ ഫുഡിന്റെയും വാട്ടറിന്റെയും ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ 2 ഹെഡിങ് കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തേ? സൈലം ട്രാൻസ്പോർട്ടും ഫ്ലോയം ട്രാൻസ്പോർട്ടും. സൈലം ട്രാൻസ്പോർട്ടും ഫ്ലോയം ട്രാൻസ്പോർട്ട് എന്ന ഹെഡിങ് കൊടുത്ത് ആദ്യം തന്നെ നമുക്ക് സൈലത്തിന്റെ നോക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. വെള്ളത്തിന്റെയും ധാതുക്കളുടെയും ട്രാൻസ്പോർട്ട് ആയിരിക്കും എവിടെ നടക്കുക? സൈലം വെസൽസിൽ നടക്കുക. ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആണ് മെയിൻലി നടക്കുക, വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും നടക്കുക. അടുത്തതാണ് ട്രാൻസ്പിരേഷൻ. ലീവ്സിൽ ട്രാൻസ്പിരേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോ ലീവ്സിലെ ട്രാൻസ്പിരേഷനും സൈലം ട്രാൻസ്പോർട്ടിൽ പെടുത്ത. പിന്നെ അതേപോലെ സൈലത്തിന്റെ പാർട്ട് ആയിട്ടുള്ള വെസൽസ്, ട്രക്കീഡ്സ്. പിന്നെ വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ടിന് എന്ത് വേണ്ട? എനർജി വേണ്ട. ഇത്രയും കാര്യങ്ങളെ സൈലം ട്രാൻസ്പോർട്ടിൽ പെടുത്ത. അടുത്തത് നോക്കാം, ഫ്ലോയം ട്രാൻസ്പോർട്ട്. ഫ്ലോയം ട്രാൻസ്പോർട്ടിലേക്ക് വരുമ്പോ ട്രാൻസ്പോർട്ട് ഓഫ് ഷുഗർ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഷുഗറിന്റെയും ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെയും ട്രാൻസ്പോർട്ട് ആണ് ഫ്ലോയം വെസൽസിൽ അല്ലെങ്കിൽ ഫ്ലോയം ട്രാൻസ്പോർട്ടിൽ നടക്കണേ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ട്രാൻസ്പോർട്ട് ഓഫ് സൂക്രോസ്. സൂക്രോസിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എവിടെയാ? സൂക്രോസിന്റെ ട്രാൻസ്പോർട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ വേറെ ഫോം ആണ് സൂക്രോസ്. അപ്പോ സൂക്രോസിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഫ്ലോയം വെസൽസിലായിരിക്കും. നെക്സ്റ്റ് നോക്കാം, ഫ്ലോയം. ഫ്ലോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ട്യൂബിനെ പറയുന്നതാണ്. ഇനി കമ്പാനിയൻ സെൽസ്. ഫ്ലോയത്തിന്റെ ഒരു പാർട്ടാണ് കമ്പാനിയൻ സെൽസ്. സീവ് ട്യൂബ്സും അതേപോലെ തന്നെ. അതേപോലെ ടർഗർ പ്രഷർ. ടർഗർ പ്രഷറും നമ്മളുടെ ഫ്ലോയം ട്രാൻസ്പോർട്ടിന്റെ ഒരു പാർട്ടാണ്. നെക്സ്റ്റ് നോക്കാം, എനർജി വേണം. ഫുഡിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ, പ്ലാന്റ്സിൽ ഫുഡിനെ അബ്സോർബ് ചെയ്യാൻ, ന്യൂട്രിയൻസിനെ, ഫുഡിനെ, നമ്മുടെ സൂക്രോസിനെയും പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് എനർജി വേണം. ഇത്രയും കാര്യങ്ങൾ നോക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം, എ ഹൈ ഫാറ്റ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ് can lead to heart attacks and strokes. Substantiate the statement given above. മുകളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കുക, കൺസ്യൂമിങ് ടു മച്ച് ഫാറ്റി ഫുഡ്. നമ്മൾക്കും കഴിക്കാൻ ഇഷ്ടം എന്തൊക്കെയായിരിക്കും? കുറെ ഫാറ്റ് കണ്ടന്റ് ഉള്ള
മന്തി, ഷവർമ, അങ്ങനത്തെ കുറെ സാധനങ്ങളായിരിക്കും നമുക്ക് ഇഷ്ടം. ജങ്ക് ഫുഡ്സ് അല്ലേ ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം അതല്ലേ. അപ്പോ കുറെ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ് കഴിച്ച് എന്നിട്ട് നമ്മളിങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു പണി എടുക്കൂല, വെറുതെ ഫോണിൽ മാത്രം തോണ്ടിയിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും, എക്സസൈസ് ഒന്നും ചെയ്യണില്ല, കുറെ ഫാറ്റ് ഫുഡ് അകത്തേക്ക് ചെന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എക്സസൈസ് ചെയ്യാത്തതൊക്കെ എന്തിന് കാരണമാകും, ആർട്ടറീസില് ഫാറ്റിന്റെ ഡെപ്പോസിഷന് കാരണമാകും. നോക്കിയേ, കൺസ്യൂമിങ് ടു മച്ച് ഫാറ്റി ഫുഡ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ് കോസസ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ആർട്ടീരിയൽ വാൾസ്. എന്നിട്ട് അത് എന്തിലേക്ക് മാറും, ആർട്ടറീസിന്റെ വാൾസില്, ആർട്ടറിയുടെ ഭിത്തിയില് കുറെ ഫാറ്റ് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. എന്നിട്ട് ആ അവസ്ഥേനെ എന്താ പറയാ, അത്തീറോസ്ക്ലീറോസിസ്. അങ്ങനത്തെ ഹെൽത്ത് കണ്ടീഷനെ, ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കുന്ന ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അത്തീറോസ്ക്ലീറോസിസ്. പേര് നോട്ട് ചെയ്തോട്ടാ, ഇമ്പോർട്ടന്റ് ആണ്, അത്തീറോസ്ക്ലീറോസിസ്. ആൻഡ് ബ്ലഡ് ഈസ് ക്ലോട്ടഡ് ഇൻ ദ കൊറോണറി ആർട്ടറി വിച്ച് ലീഡ്സ് ടു ദ കൊറോണറി ത്രോംബോസിസ്. എന്നിട്ട് കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് ക്ലോട്ട് ആയി കിടക്കും. അപ്പൊ എന്താ അസുഖം വരും, എന്താ പറ്റാ, കൊറോണറി ത്രോംബോസിസ് വരും. അത് എന്തിനേക്ക് കാരണമാകാം, ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണമാകാം. ഹാർട്ട് അറ്റാക്ക് വരാൻ അപ്പൊ കുറെ ജങ്ക് ഫുഡ്, ഫാറ്റ് ഫുഡ് അടിച്ചിട്ട് എക്സർസൈസ് ഒന്നും ഇല്ലാണ്ടിരുന്നാല് ഹാർട്ട് അറ്റാക്ക് വരാം. അത്തീറോസ്ക്ലീറോസിസും കൊറോണറി ത്രോംബോസിസും ഒക്കെ വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാം. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അതിലുപരി അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ എക്സസൈസ് ചെയ്യുക. ഇനി സ്ട്രോക്ക് ഈസ് കോസ്ഡ് ബൈ ബ്ലോക്കേജ് ഓർ റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ബ്രെയിൻ. സ്ട്രോക്ക് എങ്ങനെയാ വരാ, നമ്മളുടെ ബ്രെയിനിലോ അല്ലെങ്കിൽ ബ്രെയിനിലത്തെ ബ്ലഡ് വെസൽസ് ഒക്കെ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ അത് പൊട്ടുകയോ. റപ്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടുക, റപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടുക. ബ്ലഡ് വെസൽസ് പൊട്ടിയാലോ അല്ലെങ്കിൽ ബ്ലോക്ക് ആയാലോ ഒക്കെ അവിടെ പൊട്ടുമ്പോ ഉണ്ടാവുന്ന ആ കണ്ടീഷനെ വിളിക്കുന്നതാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മ കോമൺലി കേൾക്കണ വാക്കുകളാണ് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ. പക്ഷെ അത് എങ്ങനെയാ വരികയെന്ന് അറിയൂലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ് കുറയ്ക്കാം, എക്സസൈസ് കൂട്ടാം, അതേപോലെ ആൽക്കഹോളിന്റെ സ്മോക്കിംഗ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കുറയ്ക്കാന്നല്ല ടീച്ചർ പറയണേ, സ്മോക്കിംഗ് വേണ്ട, ആൽക്കഹോളും വേണ്ട. നെക്സ്റ്റ് നോക്കാം. അതെ, നേരത്തെ പറഞ്ഞ സെയിം സാധനത്തിന്റെ ക്വസ്റ്റ്യൻ വന്നേക്കാണ്. ഹെൽത്ത് ഓഫ് ഹാർട്ട് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ അവർ ലൈഫ്. സജസ്റ്റ് സം മെത്തേഡ്സ് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കണേ. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ആരോഗ്യപ്രദമായ നല്ല നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്ന ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് കഴിക്കുക. നെക്സ്റ്റ് നോക്കുക, അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ്, ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. അവോയ്ഡ് എന്നാണ് പറഞ്ഞേക്കണേ, റെഡ്യൂസ് എന്നല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ആൽക്കഹോളിന്റെയും സ്മോക്കിങ്ങിന്റെയും ഉപയോഗം അവോയ്ഡ് ചെയ്യാം. റെഡ്യൂസിങ് മെന്റൽ സ്ട്രെസ്, നമുക്ക് കുറെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരും അല്ലെ, അതൊക്കെ മാക്സിമം കുറയ്ക്കുക. പ്രാക്ടീസ് എക്സർസൈസ്, എക്സസൈസ് ഡെയിലി ചെയ്യുക. ഇത്ര ടൈം എക്സസൈസിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. റെഗുലേറ്റിംഗ് ബോഡി വെയിറ്റ് അക്കോർഡിംഗ് ടു BMI, നമ്മളുടെ ഓരോരുത്തരുടെയും BMIക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കുറെ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡും കഴിച്ച് എക്സസൈസ് ചെയ്യാണ്ട് എവിടെങ്കിലും മടിയന്മാരായിട്ട് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ, തടിയന്മാരാവോലെ, ഭയങ്കര വണ്ണം വെക്കും നമ്മ. അപ്പൊ നമ്മുടെ ഹാർട്ടില് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാം, ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹാർട്ടിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനിയും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ആഡ് ചെയ്യാം. ഇത് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഏത് പോയിന്റ്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നോക്കുക, ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് പറയാൻ പോവാണ്. ഈ ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, എഴുതിയേക്കണം എന്താ നോക്കി, ഹ്യൂമൻ ഹാർട്ട്. എന്താണ് ഹ്യൂമൻ ഹാർട്ട്? നമ്മളുടെ ഹാർട്ടിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഹാർട്ട് ഒരു കുഞ്ഞു സാധനം അകത്തിരുന്ന് ഇത്രയും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്
നമ്മളിങ്ങനെ ഓടി നടക്കണതും ടീച്ചേഴ്സ് പറയണത് നിങ്ങൾക്ക് കേൾക്കണതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന വർക്കുകളൊക്കെ ചെയ്ത് പഠിച്ചൊക്കെ നല്ല കുട്ടികളായിട്ട് വരണതും. നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നമ്മളിങ്ങനെ ഓടി നടക്കണത് എന്തുകൊണ്ടാ? ഈ കുഞ്ഞു ഹാർട്ട് നമ്മളുടെ ബോഡിയുടെ അകത്തിരുന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണ്ടല്ലേ? ബ്ലഡിനെ ഇങ്ങനെ എല്ലായിടത്തേക്കും ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ബ്ലഡിനെ എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണേ. അപ്പൊ എങ്ങനെയാണ് ബ്ലഡ് കൊണ്ടുപോണേ? ഏതിൽ കൂടെ ഒക്കെ പോവും? എങ്ങനത്തെ ഒക്കെ ബ്ലഡ് ആണ് പോവാ? ഇതൊക്കെ നോക്കാട്ടാ. ആ നോക്കിയേ, ഒരു ഹാർട്ടിന്റെ പിക്ചർ ആണ് തന്നേക്കണേ. നമ്മുടെ ഹാർട്ടാണിത്. ഇതില് ABCD എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തേക്കണത് നമ്മളുടെ ഹാർട്ടിന്റെ ഓരോ അറകളാണ്. ചേമ്പേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. അപ്പൊ നമുക്ക് എത്ര അറകളുണ്ട്? ABCD 4 അറകളാണുള്ളേ. അതില് ഓരോന്നിന്റെ പേര് ശ്രദ്ധിക്ക. ഫസ്റ്റത്തതാണ് റൈറ്റ് ഏട്രിയം, സെക്കൻഡ് വൺ ലെഫ്റ്റ് ഏട്രിയം, നെക്സ്റ്റ് സി നോക്ക റൈറ്റ് വെൻട്രിക്കിൾ, ലാസ്റ്റ് വൺ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോ മുകളിലുള്ള 2 എണ്ണം ഏട്രിയം. നമ്മൾ നേരത്തെ പറഞ്ഞ ഓറിക്കിൾസ് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ പറയണേ. ഓരോന്നിനെ പറയുമ്പോ ഏട്രിയം എന്ന് പറയും. റൈറ്റിലുള്ളത് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് ഏട്രിയം. താഴെ കാണുന്നത് വെൻട്രിക്കിൾസ്. താഴെ കാണുന്നത് ആരാ? വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസ് ആണ് താഴെ കാണുന്നത്. റൈറ്റിലുള്ളത് റൈറ്റ് വെൻട്രിക്കിൾ, അപ്പുറത്തുള്ളത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഇനി ബ്ലഡ് എങ്ങനെയാണ് പോവാന്നൊക്കെ നോക്കാം. അപ്പോ നമ്മളുടെ ബോഡിയിൽ സെൽസിന്റെ അകത്തൊക്കെ ന്യൂട്രിയൻസിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് വരുന്ന ബ്ലഡ് എങ്ങനെയായിരിക്കും? അതിൽ ഓക്സിജൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഓക്സിജൻ ഇല്ലാത്ത ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ആദ്യം വരാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കണം. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കലാണ് നമ്മുടെ പണി. അപ്പോ ടീച്ചർ വരയ്ക്കണം നോക്കിക്കോട്ടാ. ആദ്യം തന്നെ ബ്ലഡ് വരുന്നത് ഇവിടെ കണ്ട ഒരു വഴി കണ്ട, ഇതിലെ ആദ്യം വരും. ഇതിലെയും പിന്നെ ഈ മോളിൽ കാണുന്ന വഴി കണ്ട, ഇതിലെ കൂടി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ആദ്യം തന്നെ ഹാർട്ടിന്റെ അകത്തേക്ക് വരാം. അവരുടെ പേരൊന്ന് വായിച്ചു നോക്കേ. ഇൻഫീരിയർ വീന കാവ, സുപ്പീരിയർ വീന കാവ. അപ്പോ ബ്ലഡിനെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന 2 കുഴലുകളാണ് സുപ്പീരിയർ വീന കാവയും ഇൻഫീരിയർ വീന കാവയും. അങ്ങനെ ആദ്യം തന്നെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടെത്തി? നമ്മളുടെ റൈറ്റ് ഏട്രിയത്തിലെത്തി. റൈറ്റ് ഏട്രിയത്തിൽ ഇപ്പോ നിറച്ചും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ആണ്. ഇനി അവരെങ്ങോട്ട് പോകും? അവര് നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ഇവിടെ അവര് പോകുന്ന ഒരു വഴി കണ്ട, ആ വഴിയുടെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വാൽവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ്, മാറിപ്പോവരുത്. ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ റൈറ്റ് വെൻട്രിക്കിളിൽ വന്ന ബ്ലഡ് തിരിച്ച് ഏട്രിയത്തിലേക്ക് പോവില്ല. അപ്പോ റൈറ്റ് വെൻട്രിക്കിളിൽ വന്ന ബ്ലഡ് തിരിച്ച് ഏട്രിയത്തിലേക്ക് പോവാത്ത കാരണം എന്താന്ന് വെച്ചാൽ എന്ത് പറയണം? ട്രൈകസ്പിഡ് വാൽവിന്റെയും അവിടെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യും. ഇങ്ങോട്ട് വന്ന സാധനം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്ന ബ്ലഡ് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ കുറെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇവരെ ഓക്സിജൻ ഉള്ള ബ്ലഡ് ആക്കണം. അങ്ങനെ ഓക്സിജൻ ഉള്ള ബ്ലഡ് ആക്കാനായിട്ട് ഇവിടെ ഒരു കുഴല് കണ്ട, ഇവിടെ ഒരു കുഴല് കണ്ട ബ്ലൂ കളറില്, അതിന്റെ പേരാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി എന്ത് ചെയ്യപ്പാ? ഈ ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകും. എങ്ങോട്ടാ കൊണ്ടുപോവാ? ലങ്സിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ലങ്സ് ഉണ്ട്. ലങ്സിലേക്ക് പൾമണറി ആർട്ടറി ആരെ കൊണ്ടുപോകും? നമ്മളുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകും. എന്നിട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജൻ ഉള്ളതാക്കിയിട്ട് ലങ്സ് തിരിച്ചു തരും. ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനെ ഓക്സിജൻ ഉള്ള ബ്ലഡ് ആക്കി ലങ്സ് നമുക്ക് തിരിച്ചു തരും. വീണ്ടും അതെങ്ങോട്ട് പോകണം? ഹാർട്ടിലേക്ക് പോയിട്ട് ഹാർട്ട് വേണം എല്ലാവർക്കും കൊടുക്കാനായിട്ട്. അപ്പോ പൾമണറി വെയിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്ലഡ് വെസൽ ഉണ്ട്.
അവര് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരും. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് വരും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും. അവിടെ ഒരു വാൽവ് ഉണ്ട്, അതിന്റെ പേരാണ് ബൈകസ്പിഡ് വാൽവ്. ഇവരും എന്ത് ചെയ്യും? വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡിനെ ഏട്രിയത്തേക്ക് വിടൂല, ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യും. ഇവിടെ എത്തിയ ബ്ലഡിനെ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ബോഡിയുടെ ഡിഫറെന്റ് പാർട്ടിലേക്ക് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വാൽവ് ആണ് അല്ലെങ്കിൽ കുഴലാണ് അയോട്ട. എന്താണ്? അയോട്ട. ഇവിടെ കുറെ കാര്യങ്ങൾ നടന്ന് ഒരേ സമയം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാട്ടോ. Arrange the given steps of blood circulation in the correct order starting from right atrium. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും തുടങ്ങുന്ന രീതിയിൽ ബ്ലഡിന്റെ സർക്കുലേഷനെ കറക്റ്റ് ഓർഡർ ആക്കാൻ പറയാണ്. ഓർഡർ ആക്കിയേക്കുന്ന കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി റീച്ചസ് റൈറ്റ് ഏട്രിയം. പല ബോഡി പാർട്സിൽ നിന്നുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. റൈറ്റ് വെൻട്രിക്കിൾ റിസീവ്സ് ദ ബ്ലഡ് ത്രൂ ട്രൈകസ്പിഡ് വാൽവ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യും? ബ്ലഡിനെ റിസീവ് ചെയ്യും. ആര് വഴി? ട്രൈകസ്പിഡ് വാൽവ് വഴി. റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. ബ്ലഡ് പാസസ് ത്രൂ പൾമണറി ആർട്ടറി ടു ദ ലങ്സ്. ലങ്സിലേക്ക് ബ്ലഡിനെ ആര് കൊണ്ടുപോകും? പൾമണറി ആർട്ടറി കൊണ്ടുപോകും. നെക്സ്റ്റ് നോക്കുക, ബ്ലഡ് റീച്ചസ് ലെഫ്റ്റ് ഏട്രിയം ത്രൂ ദ പൾമണറി വെയിൻ. അങ്ങനെ ലങ്സിലേക്ക് കൊണ്ടുപോയ ബ്ലഡിനെ പൾമണറി വെയിൻ തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊണ്ടാക്കും. ലെഫ്റ്റ് വെൻട്രിക്കിൾ റിസീവ്സ് ബ്ലഡ് ത്രൂ ബൈകസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡിനെ റിസീവ് ചെയ്യും. അപ്പോ ആ ഒരു ഫിഗറിത്ത വഴികൾ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് എഴുതാം. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഹാർട്ട് മൊത്തം അറിയാവുന്ന ഒരാൾക്ക് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാം. നമുക്ക് ആ പോണ വഴി മാത്രം അറിഞ്ഞാൽ മതി. എവിടെ തുടങ്ങും, ഏതിലൊക്കെ പോവും, എവിടെ ചെന്ന് അവസാനിക്കും, ഇത്ര അറിഞ്ഞാൽ മതി ട്ടാ. അടുത്ത നോക്കുക, വാട്ട് ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഫോംസ്. ടിഷ്യൂ ഫ്ലൂയിഡ് നേരത്തെ പറഞ്ഞതാണ്, അത് കാരണം ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു തരാം. ടിഷ്യൂ ഫ്ലൂയിഡ് is the fluid that oozes from the blood capillaries into the spaces between cells. This occurs through tiny pores in the capillary walls. കാപ്പിലറി വാൾസിൽ ബ്ലഡ് പോകുമ്പോൾ അതിൽ നിന്ന് ഫ്ലൂയിഡ് പാർട്ട് ഇന്റർസെല്ലുലാർ സ്പേസസിലേക്ക് വരും. അതിനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നോക്കുക, ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് ആർ റിലേറ്റഡ് ടു എ സ്പെസിഫിക് പാർട്ട് ഓഫ് വാൾ ഓഫ് ഹാർട്ട്. ആൻസർ ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഹാർട്ടിന്റെ പാർട്ടിന് അറിയാൻ പറയാണ്. ഏത് പാർട്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണേന്ന് നോക്കുക. ഫങ്ഷൻസ് ലൈക്ക് ആൻ ഇലക്ട്രിക് സെൽ ലൊക്കേറ്റഡ് ഓൺ റൈറ്റ് ഏട്രിയൽ വാൾ. റൈറ്റ് ഏട്രിയത്തിന്റെ വാളിലായിട്ട് സ്ഥാപിച്ചേക്കുന്ന ഇലക്ട്രിക്കൽ സെല്ല് പോലെ ആക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. നമുക്കറിയാം പേസ് മേക്കർ അല്ലെങ്കിൽ എസ് എ നോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പേസ് മേക്കർ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അതിന്റെ ഫംഗ്ഷൻ എന്താ ഫംഗ്ഷൻ? കോൺട്രാക്ഷനും റിലാക്സേഷനും വേണ്ടി ഹെൽപ്പ് ചെയ്യലാണ്, അല്ലെങ്കിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും നടത്തലാണ് നമ്മളുടെ പേസ് മേക്കറിന്റെ പണി. റെഗുലേറ്റ്സ് റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റിലെ അതിന്റെ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ പേസ് മേക്കർ ആണ്. നെക്സ്റ്റ് നോക്കുക, ഡസ് ദ ബ്ലഡ് ദാറ്റ് ഹാസ് എന്റേർഡ് ദ വെൻട്രിക്കിൾസ് റിട്ടേൺ ടു ഏട്രിയ? വൈ? നമ്മ ഹാർട്ട് പറഞ്ഞപ്പോ പറഞ്ഞതാണ് കേട്ടോ, വെൻട്രിക്കിൾസിലേക്ക് വന്ന ബ്ലഡ് തിരിച്ച് ഏട്രിയയിലേക്ക് പോവുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഉണ്ടെങ്കിലും എന്തുകൊണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാ. പോണുണ്ടോ ഇല്ലയോ എന്ന് എഴുതാ. അപ്പോ നമുക്കറിയാം വെൻട്രിക്കിൾസിൽ നിന്ന് തിരിച്ച് ഏട്രിയയിലേക്ക് പോവില്ല. അപ്പൊ നമ്മൾ എഴുതി നോ. ഇനി അതിന്റെ റീസൺ എഴുതണം. നോ, ദ ബ്ലഡ് ഡു നോട്ട് ഫ്ലോ ബാക്ക് ടു ഏട്രിയ. ബ്ലഡ് ഏട്രിയയിലേക്ക് പോവില്ല. അതെന്തുകൊണ്ടാന്ന് എഴുതണമെങ്കിൽ ബിക്കോസ് ട്രൈകസ്പിഡ് വാൽവ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. ബൈകസ്പിഡ് വാൽവും ട്രൈകസ്പിഡ് വാൽവും ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യും. എവിടെ നിന്ന് എവിടേക്ക്? വെൻട്രിക്കിളിൽ നിന്ന് ഏട്രിയയിലേക്കുള്ള ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നത്
നമ്മളുടെ ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും. നെക്സ്റ്റ് നോക്കുക, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ ഇൻ ഹ്യൂമൻസ്? ഡബിൾ സർക്കുലേഷൻ പറഞ്ഞതാണ്, ഒന്നും കൂടെ ഓടിച്ച് പറയാ. നമ്മളുടെ ഹാർട്ടിൽ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലേഷൻസ് ഉണ്ട്, പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഹാർട്ടിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആദ്യം തന്നെ പൾമണറി ആർട്ടറിക്ക് കൊടുക്കും, അവരതിനെ ലങ്സിലേക്ക് കൊടുത്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കും. പൾമണറി വെയിൻ തിരിച്ചത് ഹാർട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ പൾമണറി വെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, പൾമണറി ആർട്ടറി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ലങ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർക്കുലേഷനെ പൾമണറി സർക്കുലേഷൻ എന്ന് പറയും. ഇനി അടുത്തത് നോക്കാം, സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം, നമ്മളുടെ ബോഡിയിലെ ഡിഫറെന്റ് പാർട്സിത്തെ ബ്ലഡ് സുപ്പീരിയർ വീനക്കാവേയും ഇൻഫീരിയർ വീനക്കാവേയും കൂടി എന്ത് ചെയ്യും, ഹാർട്ടിന് കൊടുക്കും. ഹാർട്ട് അതിന് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കിയിട്ട് അയോട്ടയ്ക്ക് കൊടുക്കും, അയോട്ട തിരിച്ച് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് കൊടുക്കും. അപ്പോ ഇതൊരു സൈക്കിളാണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം, എന്തുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കണേ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ദ സെയിം എമൗണ്ട് ഓഫ് ബ്ലഡ് പാസസ് ത്രൂ ഹാർട്ട് ട്വൈസ്. രണ്ട് പ്രാവശ്യം നമ്മുടെ ഹാർട്ടിൽ സെയിം എമൗണ്ട് ഓഫ് ബ്ലഡ് പാസ് ചെയ്തു പോകുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഈസ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ. ഈ ടൈപ്പ് ഓഫ് സർക്കുലേഷനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയും. ഇനി അതിൽ ഏതൊക്കെ പെടുന്നുണ്ടെന്ന് കൂടി പറയാ, പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. ഡബിൾ സർക്കുലേഷൻ helps to maintain the level of oxygen. ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഡബിൾ സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യും. വാട്ട് ഈസ് ദ റീസൺ ഫോർ വേരിയേഷൻ ഇൻ ബ്ലഡ് പ്രഷർ? നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 120/80 mmHg ആണ്. ഇനി അതിൽ കൂടിയാൽ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. ഈ ലെവലിനേക്കാൾ കൂടുതലായി ബ്ലഡ് പ്രഷർ എന്നുണ്ടെങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. കുറെ അൺഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സസൈസിന്റെ കുറവ്, അല്ലെങ്കിൽ കുറെ നമ്മളുടെ ഉപ്പ് ഉള്ള ഫുഡും ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ്, സ്മോക്കിംഗ്, അല്ലെങ്കിൽ എക്സസൈസിന്റെ കുറവ്, അത്രയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ടെൻഷൻ വരാം. ഇനി ഈ ലെവലിനേക്കാൾ കുറയാണെന്ന് വിചാരിക്കാം, നോർമൽ ലെവലിനേക്കാൾ കുറവാണ് ബ്ലഡ് പ്രഷർ എന്നുണ്ടെങ്കിൽ അതിനെ ഹൈപ്പോ ടെൻഷൻ എന്ന് വിളിക്കാം. ഈ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും എന്തിനു കാരണമാകാം? സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും കാരണമാകാം. അപ്പോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിയേ, എ മാൻസ് ബ്ലഡ് പ്രഷർ ടെസ്റ്റ് റിസൾട്ട് ഈസ് 140/100 mmHg. What disorder do you think this person might have? What dietary guidelines can you suggest to the individual? ആൾക്ക് കൊടുക്കാൻ പറ്റിയ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. ഹൈപ്പർ ടെൻഷൻ, സോഡിയത്തിന്റെ ഇൻടേക്ക് കുറയ്ക്കുക, അവോയ്ഡ് ആൽക്കഹോൾ കൺസംഷൻ, ആൽക്കഹോൾ ഒഴിവാക്കുക, ഇൻക്രീസ് പൊട്ടാസ്യം റിച്ച് ഫുഡ്, പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കുക, അവോയ്ഡ് സ്മോക്കിംഗ്, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. ഇനി രണ്ട് നമുക്ക് ചോദിച്ചേക്കാണ്, നമുക്ക് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനുള്ള രണ്ട് അപ്പാരറ്റസിന്റെ പേര് ചോദിച്ചേക്കാണ്. നോക്കാം, സ്ഫിഗ്മോ മാനോമീറ്റർ. ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും സ്ഫിഗ്മോ മാനോമീറ്റർ. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വീടുകളിൽ വരെയുമുള്ള ഡിജിറ്റൽ BP അപ്പാരറ്റസ്. എന്തുകൊണ്ടാണ് ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നതെന്നാണ് ചോദിച്ചേക്കണേ. എന്തിനാണ്? ടു കൺവേർട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻടു ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നത്. അപ്പോ നമ്മളുടെ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും ടീച്ചർ 2 വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.